സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സർവേക്ക് ഇന്ന് തുടക്കമാകുന്നു. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സർവേയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആസന്നമായിരിക്കെ ഇത്തരമൊരു സർവേയുടെ സാധ്യത എന്താണ്, അത് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സർക്കാരിൻ്റെ ഒരു പരിപാടി തന്നെയാണ് ഈ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് തന്നെ പറയാം. കാരണം സർക്കാരിൻ്റെ നേട്ടങ്ങൾ അടങ്ങിയ ലഘുലേഖ വീടുകളിൽ എത്തിക്കുന്നതിനൊപ്പം ഇനി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച 4 ചോദ്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് ഈ സർവേയുടെ ലക്ഷ്യം. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ നീണ്ടു നിൽക്കുന്ന 2 മാസത്തെ സർവേയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒരു വാർഡിൽ 2 സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയ്ക്ക് 85,000 സന്നദ്ധ പ്രവർത്തകരെയാണ് കേരളമാകെ ഈ സർവേക്കായി നിയോഗിച്ചിരിക്കുന്നത്. 4 ചോദ്യങ്ങളാണ് ഈ സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി ജനങ്ങളോട് ചോദിക്കുക. കേരളത്തിൻ്റെ ഭാവി വികസനത്തിലുള്ള നിർദ്ദേശങ്ങൾ, നടപ്പാക്കി വരുന്ന വികസന പദ്ധതികളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, നടപ്പാക്കേണ്ട പുതിയ ക്ഷേമ പദ്ധതികൾ, നിലവിലെ ക്ഷേമ പദ്ധതികൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടലാണ്. 2031 ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള സർവേയാണെന്നാണ് സർക്കാർ പറയുന്നത്. എങ്കിൽ പോലും സർക്കാരിൻ്റെ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പായി ജനങ്ങളിലെത്തിക്കാനുള്ള ഒരു നടപടിയും ഇനി ഭാവി കേരളം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുക എന്നതുമാണ് ഈ സർവേയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.